അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിൽ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. വളരെ ചെറുപ്പം മുതൽ നമ്മളൊക്കെ കേട്ട് സുപരിചിതമായ ഹദീസാണ് ഇന്നമൽ അമാലു ബിന്നിയാത്ത് വ ഇന്നമ ലികുല്ലി ഇംരിഇൻ മാ നവ. മഹാനായ ഉമർ റളിയല്ലാഹു തആല അൻഹു ആണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ആ ഹദീസ് കേട്ടിട്ടുള്ളത്. ഇമാം ബുഖാരി ഒന്നാമത്തെ ഹദീസായി കൊണ്ടുവരുന്നത് ഈ ഹദീസാണ്. ഇമാം നബവി 40 ഹദീസ് ക്രോഡീകരിച്ചപ്പോൾ ഇമാം നബവിയും ഒന്നാമത്തെ ഹദീസായി കൊണ്ടുവന്നത് ഈ ഹദീസാണ്. ഇമാം മുസ്ലിമിൻ്റെ 1907 ഹദീസാണ് ഈ ഹദീസ്. പൊതുവേ പണ്ഡിതന്മാർ ഈ ഹദീസിനെ ഒന്നാമതായി കൊണ്ടുവരാനുള്ള കാരണം, ഒരു കിതാബ് രചിക്കുമ്പോൾ എഴുതുന്ന വ്യക്തിയുടെ നിയ്യത്ത് ശരിയാകണം, അത് പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ നിയ്യത്ത് ശരിയാകണം, വായിക്കുന്ന വായനക്കാരൻ്റെ നിയ്യത്ത് ശരിയാകണം. അല്ല എങ്കിൽ ആ അമല് അവർക്ക് ഉപകാരപ്പെടുകയില്ല. അതുകൊണ്ട് നിയ്യത്തിനെ ശരിപ്പെടുത്താനാണ്. ആ ഒരു ചിന്ത എപ്പോഴും നമ്മളുടെ മനസ്സിലും ഉണ്ടാകണം. നമ്മുടെ നിയ്യത്തിനെ എപ്പോഴും നമ്മൾ പരിശോധിച്ചുകൊണ്ടേയിരിക്കണം. ഈ ഹദീസിനെ സുലുസുൽ ഇൽമ്, വിജ്ഞാനത്തിൻ്റെ 1/3 എന്നാണ് മഹാനായ ഇമാം ഷാഫിഈ പരിചയപ്പെടുത്തിയത്. ഇമാം അഹ്മദ് ഇസ്ലാമിൻ്റെ ഉസൂലുകളായ 3 ഹദീസുകൾ തിരഞ്ഞെടുത്തപ്പോൾ അതിൽ ഒരു ഹദീസ് നിയ്യത്തുമായി ബന്ധപ്പെട്ട ഹദീസാണ്. അതുകൊണ്ട് നിയ്യത്തുമായി ബന്ധപ്പെട്ട ചില ചിന്തകൾ അത് നമ്മൾ ഓർക്കേണ്ടതുണ്ട്. ഒന്ന്, കർമ്മങ്ങൾ നിയ്യത്തനുസരിച്ചാണ് അള്ളാഹു പരിഗണിക്കുക. ഏതൊരു കർമ്മത്തിനും നിയ്യത്ത് അനിവാര്യമാണ്. ഒരാൾ ജനാബത്തുകാരനാണ്, അയാൾ കുളിച്ചു, ജനാബത്തിൻ്റെ കുളിയാണ് എന്ന നിയ്യത്തില്ലാതെയാണ് കുളിച്ചത് എങ്കിൽ ആ കുളി ജനാബത്ത് കുളിയായി പരിഗണിക്കപ്പെടുകയില്ല. അതുപോലെ തന്നെയാണ് ഏതൊരു കർമ്മവും, ആ കർമ്മങ്ങൾക്ക് നിയ്യത്ത് അനിവാര്യമാണ്. രണ്ടാമത്തെ ഒരു കാര്യം, ഓരോ വ്യക്തിക്കും അവൻ്റെ നിയ്യത്തിനനുസരിച്ചാണ് പ്രതിഫലം. ഒരു പള്ളി നിർമ്മിച്ച വ്യക്തി ജനങ്ങളുടെ പ്രശസ്തിയും പ്രശംസയും ആഗ്രഹിച്ചാൽ അവന് റബ്ബിൻ്റെ അരികിൽ പ്രതിഫലമില്ല. ആ വലിയ പള്ളിയിൽ ഒരു സാധാരണക്കാരനായ മനുഷ്യൻ 100 രൂപ കൊടുത്ത് ഒരു ചവിട്ടി താഴെ വാങ്ങിയിട്ടു. അയാൾ ആഗ്രഹിച്ചത് റബ്ബിൻ്റെ പ്രതിഫലമാണ്. പള്ളിക്ക് കോടികൾ ചിലവഴിച്ച വ്യക്തിയേക്കാൾ 100 രൂപ ചിലവഴിച്ച സാധാരണക്കാരന് റബ്ബിൻ്റെ അരികിൽ പ്രതിഫലമുണ്ടാകും. കാരണം ഓരോ വ്യക്തിക്കും അവരവരുടെ നിയ്യത്തിനനുസരിച്ചാണ് റബ്ബ് പ്രതിഫലം നൽകുക. മൂന്നാമത്തെ കാര്യം, നിയ്യത്തുകൊണ്ട് ചെറിയ അമലുകൾ വലിയ മഹത്തരമായ അമലുകളായി മാറും. വലിയ ചില പ്രവർത്തനങ്ങൾ അത് നിസ്സാരമായ ചെറിയ അമലുകളായി മാറുകയും ചെയ്യും. മഹാനായ ഇബ്നു മുബാറക് റഹ്മഹുല്ല അദ്ദേഹം പറഞ്ഞു, റുബ്ബ അമലിൻ സ്വഗീരിൻ തുഅല്ലിമുഹു നിയ്യ. എത്രയെത്ര ചെറിയ പ്രവർത്തനങ്ങളാണ് നിയ്യത്തുകൊണ്ട് മഹത്തരമായി തീർന്നത്. വറുബ്ബ അമലിൻ കബീരിൻ തുസഗ്ഗിറുഹു നിയ്യ. എത്രയെത്ര വലിയ പ്രവർത്തനങ്ങളാണ് നിയ്യത്തുകൊണ്ട് ചെറുതായി പോയത്. നമ്മൾ ചിലവഴിക്കുന്ന 10 രൂപ നിയ്യത്തുകൊണ്ട് 1 കോടിയുടെ പുണ്യം ഒരുപക്ഷെ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും. പള്ളിയിലെ ഒരു സ്വഫിൽ നിൽക്കുന്ന 20 ആളുകൾ, ഓരോ വ്യക്തിക്കും വ്യത്യസ്തമായ പ്രതിഫലമാണ്. നിയ്യത്തിനനുസരിച്ചുകൊണ്ട് അവരുടെ നമസ്കാരത്തിന് കനം തൂങ്ങും. അതുപോലെ തന്നെ നിയ്യത്ത് ഒരു പതിവ് പ്രവർത്തനത്തെ ഇബാദത്താക്കി മാറ്റും. മഹാനായ മുആദ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, അമ്മ അന ഫഅനാമു വഅഖൂമു വഅഹ്തസിബു നൗമതി കമാ അഹ്തസിബു ഖൗമതി. ഞാൻ രാത്രി നമസ്കാരത്തിന് പ്രതിഫലം ആഗ്രഹിക്കുന്നത് പോലെ എൻ്റെ ഉറക്കത്തിന് പ്രതിഫലം ആഗ്രഹിക്കാറുണ്ട്. നോക്കൂ, ഉറക്കം, ആ ഉറങ്ങുന്ന സമയത്ത് രാവിലെ എഴുന്നേറ്റ് നന്മകളിൽ മത്സരിക്കണം, അടുത്ത പ്രഭാതം എനിക്ക് ഇബാദത്തുകളിൽ സജീവമാക്കണം എന്ന നിയ്യത്തോടുകൂടെ ഒരു മനുഷ്യൻ കിടന്നാൽ ആ കിടത്തം ഇബാദത്തായി മാറും. സാധാരണ പ്രവർത്തനങ്ങൾ നിയ്യത്തുകൊണ്ട് ഇബാദത്തിൻ്റെ പുണ്യം നേടിയെടുക്കാൻ സാധിക്കും. ഇബാദാത്തു അഹ്ലിൽ ഗഫ്ലത്തി ആദാത്തുൻ വ ആദാത്തു അഹ്ലിൽ യഖ്ദത്തി ഇബാദാത്തുൻ. ഗഫ്ലത്തുള്ള അശ്രദ്ധന്മാരുടെ ഇബാദത്തുകൾ അത് സാധാരണ പ്രവർത്തനങ്ങളായി തീരും. എന്നാൽ യഖ്ലത്തുള്ള ഉണർന്നു പ്രവർത്തിക്കുന്നവരുടെ സാധാരണ പ്രവർത്തനങ്ങൾ നിയ്യത്തുകൊണ്ട് ഇബാദത്തായി മാറുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ പ്രിയമുള്ളവരെ, നമ്മുടെ നിയ്യത്ത് ശരിപ്പെടുത്തുക. റബ്ബിനെ കണ്ടുമുട്ടുന്ന ദിവസത്തെ ആഗ്രഹിച്ചുകൊണ്ട് കൊതിച്ചുകൊണ്ട് നന്മകളിൽ മത്സരിക്കുക. റബ്ബ് അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക, വൈയക്തിക, കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു. അറിയുക, അറിയിക്കുക. നേർവഴി. പീസ് റേഡിയോ. Tune to reality.